എടാ ഞാൻ പല പ്രാവശ്യം ചട്ടിച്ചോറ് കഴിച്ചെങ്കിൽ ഈ യഥാർത്ഥ ചട്ടിച്ചോറിന്റെ ടേസ്റ്റ് എന്നാണ് മനസ്സിലാക്കിയ ഒരു ദിവസമായിട്ട്. പിന്നെ ഒരു ചട്ടി ബിരിയാണി കൂടി കഴിച്ചിന് എന്റെ മോനെ ഞാൻ പറഞ്ഞുതരാം ഒരു മിനിറ്റ്. ഈ ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഭവങ്ങളെല്ലാം നിരത്തി കഴിഞ്ഞാൽ പിന്നെ ചോറ് വരെ കാണൂല കേട്ടോ. ആ ഒരു രീതിയിലുള്ള ഫില്ലിംഗ് ആണ്. ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, കൂന്തൽ ഫ്രൈ, ബീഫ് ഫ്രൈ, മീൻകറി, മുട്ട എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇതിനകത്ത്. മട്ടന്നൂര് ഇരുട്ടി ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മസ്റ്റായിട്ട് കഴിക്കണം. എവിടുന്നാ തുടങ്ങണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് കേട്ടാ. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കഴിക്കാൻ തുടങ്ങി കേട്ടാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫ് റോസ്റ്റ് കേട്ടോ. ഒരു രക്ഷയിലാണ് എന്ന് വെച്ചിട്ട് ബാക്കിയൊന്നും മോശമൊന്നും കേട്ടാ. എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയാണ്. അടുത്ത ഇക്കാനോട് പറഞ്ഞത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുക, എന്നിട്ട് കഴിക്കണം, എന്നാലും അതിന്റെ എക്സാക്ട് ടേസ്റ്റ് കിട്ടും. നെക്സ്റ്റ് ഞാൻ അവിടെ നിന്ന് കഴിച്ച സാധനം കേട്ടോ ചട്ടി ബിരിയാണി. മിനിമം രണ്ടാൾക്ക് തിന്നാൻ പറ്റുന്ന ഈ ബിരിയാണിയിലുള്ള റൈസിന്റെ ഫ്ലേവർ ഇല്ലേ വേറെ ഏടൊന്നും കിട്ടൂല മോനെ. ആടെ തന്നെ പോയി കഴിക്കണം, ഒരു രക്ഷയും. ഒരു മുട്ടയും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു കബാബും കിട്ടുന്നുണ്ട്. ഈ കബാബ് മോനെ